കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 9 ദിവസം മാത്രം ബാക്കിയായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ബിജെപിയുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് എത്തുന്നതോടെ UDF-ന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കേരള ബാലറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള ബാലറ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ കാണാം. വിധിയെഴുത്തിന് ഇനി 9 നാളുകൾ. പ്രചാരണം കേരള നിയമസഭയിൽ BJP പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കളുടെ പ്രചാരണം തുടങ്ങി. BJPയുടെ സഹായം സ്വീകരിക്കുന്നതിനേക്കാൾ പ്രതിപക്ഷത്തിരിക്കാനാണ് UDF ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. കേരള നിയമസഭയിൽ BJP മൂന്നാം ശക്തിയാകുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇരു മുന്നണികളും പരസ്പരം സഹായിച്ച് മാറി മാറി ഭരിക്കുന്നു. സോളാർ വിവാദവും ജിഷയുടെ മരണവും പരാമർശിച്ച് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കള്ളപ്പണം ഒഴുകുന്നത് പരിശോധിക്കാൻ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. ദക്ഷിണ കർണാടകയിലെ ബാങ്കുകൾ വഴി നടന്ന ഇടപാടുകൾ അന്വേഷിക്കാൻ നടപടികൾ തുടങ്ങി. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അയച്ച കത്ത് മീഡിയ വണ്ണിന്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസിന് രഹസ്യ അജണ്ടയുണ്ടെന്ന് ഷാഹിദ കമാൽ. കോൺഗ്രസ് മുസ്ലിങ്ങളെ തഴയുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഷാഹിദ കമാൽ. ഇടതുമുന്നണിയുടെ സംഘപരിവാർ വിരുദ്ധ നിലപാടിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത UDF. കേരള ബാലറ്റ് വിശദമായി. തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസം മാത്രം ബാക്കി. തിരക്ക് പിടിച്ച അവസാനഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. ഇന്ന് മെയ് 6. മെയ് 16-ന് വോട്ടെടുപ്പ്. 10 ദിവസം മാത്രമേ ഇനിയുള്ളൂ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ. അവസാനഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തിരക്കിൽ. ആവേശമായി ദേശീയ നേതാക്കളും എത്തുന്നു. ഇതിനകം CPM-ന്റെയും BJP-യുടെയും നേതാക്കൾ സംസ്ഥാനത്തെത്തി. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ 2 ദിവസത്തിനകം എത്തും. അതോടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ നേടും. ഒപ്പം അണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശമായിരിക്കും ദേശീയ നേതാക്കളുടെ വരവ്. മണ്ഡലങ്ങളിലെ എല്ലാ വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങി വോട്ടുറപ്പുവരുത്തുന്നതിലുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ കണക്കുകൂട്ടലുകളും എതിർ സ്ഥാനാർത്ഥികളെ മറികടന്ന് എത്ര വോട്ട് നേടാനാകും എന്ന ആലോചനയും സജീവമാകും. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ, പോലീസ് സംവിധാനം ഉൾപ്പെടെ നിരവധി ചൂടേറിയ വിഷയങ്ങളാണ് അവസാനഘട്ട പ്രചരണ സമയത്ത് ചർച്ചയാവുന്നത്. മീഡിയ 1, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്കായി ദക്ഷിണ കർണാടക വഴി കേരളത്തിലേക്ക് പണം ഒഴുകുന്നതായി സംശയം. അടുത്തിടെ ദക്ഷിണ കർണാടകയിലെ ബാങ്കുകൾ വഴി നടന്ന വൻതോതിലുള്ള പണം കൈമാറ്റം അന്വേഷിക്കാൻ റിസർവ് ബാങ്ക് നടപടികൾ ആരംഭിച്ചു. പണമിടപാട് പരിശോധിക്കാൻ റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതിന്റെ രേഖ മീഡിയ 1-ന് ലഭിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ദക്ഷിണ കർണാടക വഴി വൻതോതിൽ പണം ഒഴുക്കുന്നുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അടുത്തിടെ നടന്ന പണമിടപാടുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണ കർണാടകയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ മേഖലാ മേധാവികൾക്കാണ് റിസർവ് ബാങ്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്തയച്ചത്. ഒരു പാദവാർഷികത്തിനിടയിൽ മുമ്പെങ്ങുമില്ലാത്ത അത്ര വലിയ തുക പിൻവലിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റിസർവ് ബാങ്കിന്റെ നടപടി. ഒരു ബാങ്കിൽ നിന്ന് മാത്രം 10,000 കോടി പിൻവലിച്ചിട്ടുള്ളതായാണ് റിസർവ് ബാങ്കിന്റെ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുൻപൊരിക്കലും ഒരു പാദവാർഷിക കാലയളവിൽ ഇത്രയും വലിയ തുകയുടെ ആവശ്യകത ഉണ്ടായിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചില വൻ വ്യവസായ ഗ്രൂപ്പുകളുടെ അക്കൗണ്ടിൽ നിന്നാണ് വൻ തുക പിൻവലിച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ദക്ഷിണ കർണാടകയിൽ പ്രവർത്തിക്കുന്നതും അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചതുമായ ചില വമ്പൻ വ്യവസായ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ചില പാർട്ടികൾക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്നതിനായാണ് ഈ പണം പിൻവലിച്ചതെന്നാണ് സംശയം. അയൽ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനാണോ ഇത്രയും പണം പിൻവലിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് റിസർവ് ബാങ്ക് കത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി. സംഘപരിവാർ വിരുദ്ധതയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ UDF പ്രചാരണം നടത്തുന്നത്. മലബാറിൽ VM സുധീരനടക്കമുള്ള UDF നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ ഈ തന്ത്രം വ്യക്തമാകുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് പോകുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് ഈ തന്ത്രത്തിന് പിറകെയുള്ളത്. ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി വെച്ചുപുലർത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ഈ തന്ത്രം പൊളിക്കാനാണ് UDFന്റെ മറുതന്ത്രം.
BJPക്കെതിരെ ആഞ്ഞടിച്ച് AK ആന്റണി ഇടതുതന്ത്രത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. തൊട്ടുപിറകെ ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് UDF. ഒരു സംശയവും വേണ്ട, TP കേസും ജയകൃഷ്ണൻ മാഷയുടെ കേസും CBI അന്വേഷണത്തിന് വിടാതിരിക്കുന്നതിന്റെ പുറകിൽ CPM-ന്റെയും BJP-യുടെയും നേതൃതലത്തിലുള്ള ഒത്തുകളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്കെതിരായ മതേതര ബദൽ കോൺഗ്രസ് കൂടി ചേർന്നതാണെന്ന് സ്ഥാപിക്കാൻ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഫോർവേഡ് ബ്ലോക്കിനെയും UDF ഉപയോഗിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും ഇടതു പാർട്ടികളും കോൺഗ്രസും ചേർന്നൊരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടത് ജനാധിപത്യ മതേതര സഖ്യമെന്നാണ് ആ മുന്നണിയുടെ പേര്. അതിൽ ഞങ്ങളും മത്സരിക്കുന്നു, കോൺഗ്രസും മത്സരിക്കുന്നു, CPM മത്സരിക്കുന്നു. ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളാണ് ഞങ്ങൾ. 34 സീറ്റിലാണ് ഫോർവേഡ് ബ്ലോക്കോടെ മത്സരിക്കുന്നത്. ബീഫ് വിഷയം ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാക്കിയ നേട്ടം നിയമസഭയിൽ ആവർത്തിക്കുന്നത് തടയുകയാണ് UDF തന്ത്രത്തിന്റെ ലക്ഷ്യം. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. UDF-ന് വീണ്ടും അധികാരത്തിലെത്താൻ ജനങ്ങളുടെ വോട്ട് മാത്രം മതിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. BJP-യുടെ വോട്ട് നേടി അധികാരത്തിലെത്തുന്നതിലും BJP-യുടെ പിന്തുണയോടെ അധികാരത്തിലെത്തുന്നതിലും നല്ലത് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വയനാട്ടിൽ പറഞ്ഞു. മേപ്പാടിയിൽ കൽപ്പറ്റ മണ്ഡലം UDF സ്ഥാനാർത്ഥി MV ശ്രേയാംസ് കുമാറിന്റെ പ്രചാരണ പരിപാടിയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പ്രതിപക്ഷത്തിരുന്നാലും BJP-യുടെ കൂട്ടുവേണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ജനങ്ങൾ നൽകുന്ന അധികാരം, നൽകുന്ന വോട്ടവകാശം ഉപയോഗിച്ചല്ലാതെ മറ്റൊരു മാർഗത്തിൽ കൂടെയും തുടർ ഭരണം UDF ആഗ്രഹിക്കുന്നില്ല. മറ്റേതെങ്കിലും വിധത്തിലുള്ള കുറുക്കു വഴി ആയാലേ തുടർ ഭരണം എന്ന് വന്നാൽ UDF ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് തുടർ ഭരണമല്ല, പ്രതിപക്ഷത്തിരിക്കാനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉച്ചയോടെ വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ആദ്യമെത്തിയത് പുൽപ്പള്ളിയിലെ വരൾച്ചാ ബാധിത മേഖലയിലായിരുന്നു. പ്രശ്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളാണ് വരൾച്ചാ നഷ്ടപരിഹാരം കുറയാൻ കാരണമെന്നും പറഞ്ഞു. ഈ നഷ്ടപരിഹാരത്തിനുള്ള പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് നോംസ് ഉണ്ട്. ആ നോംസ് എന്ന് പറയുന്നത് നഷ്ടപരിഹാരമല്ല, ആശ്വാസ ധനമാണ്. അപ്പോൾ അതൊരു നാമമാത്രമായിട്ടുള്ള ആണുള്ളത്. നമ്മൾ ഇപ്പം അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അതേ തരത്തുള്ളൂ, ബാക്കി നമ്മുടെ ഓൺ ഫണ്ട് ഉപയോഗിക്കണം. പിന്നീട് പുൽപ്പള്ളി, കേണിച്ചിറ, പനമരം, നടവയൽ, മേപ്പാടി, പടിഞ്ഞാറത്തറ, കോറോം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്താണ് ഉമ്മൻചാണ്ടി മടങ്ങിയത്. മീഡിയ 1, വയനാട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഒഴിവാക്കാൻ കോൺഗ്രസിൽ രഹസ്യ അജണ്ടയുണ്ടെന്ന് ഷാഹിദ കമാൽ. ഇക്കാര്യത്തിൽ RSSന്റെ ഇടപെടലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സ്ഥിതിയാണ്. മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടെന്ന കാരണം പറഞ്ഞ് കോൺഗ്രസിലെ മുസ്ലിങ്ങളെ തഴയുകയാണ്. തന്നോട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സീറ്റ് കിട്ടാത്തതിനാൽ അല്ല കോൺഗ്രസ് വിട്ടതെന്നും ഷാഹിദ കമാൽ മീഡിയ 1-നോട് പറഞ്ഞു. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനകത്ത് മതന്യൂനപക്ഷങ്ങളെ ഒതുക്കുന്ന ചില രഹസ്യമായ അജണ്ട, അത് പുറമേ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയും ഒപ്പം തന്നെ രഹസ്യമായി ഒരു അജണ്ട വെച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, കാരണം എല്ലാ തലങ്ങളിൽ നിന്നും, പാർട്ടി തലങ്ങളിൽ നിന്നായാലും അധികാര തലങ്ങളിൽ നിന്നായാലും നിയമനിർമ്മാണ സഭകളിൽ നിന്നായാലും അത് അവരെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി, ഇവിടെ മദ്യഷാപ്പ് ഘട്ടം ഘട്ടമായി നിർത്തുമെന്ന് പറഞ്ഞിട്ട് 5 ബാർ തുറന്ന്, പക്ഷേ മതന്യൂനപക്ഷങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കാര്യത്തിൽ ഘട്ടം ഘട്ടമായി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾക്കൊക്കെ ഒരു സംശയമുള്ളത്, അവിടെ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. എന്തിനാണ് കോൺഗ്രസ് പോലൊരു പാർട്ടി അത്തരത്തിലൊരു സമീപനം എടുക്കുന്നത്? അതിൻ്റെ പിന്നിൽ RSSൻ്റെയോ BJPയുടെയോ ഒക്കെ കൈകൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, സമാനമായ അനുഭവങ്ങൾ. LDF-ഉം UDF-ഉം പരസ്പരം സഹായിച്ച് ഭരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. BJPക്ക് അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി പാലക്കാട് പറഞ്ഞു. സോളാർ വിഷയവും വികസന പ്രശ്നങ്ങളുമായിരുന്നു പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ ഉയർത്തിക്കാട്ടിയത്. 3 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെത്തിയത്. 40 മിനിറ്റോളം പ്രധാനമന്ത്രി സംസാരിച്ചു. ഇരുമുന്നണികളും കേരളത്തിൽ സഹകരിച്ച് മാറി മാറി ഭരിക്കുകയാണെന്നും NDAക്ക് അവസരം നൽകണമെന്നും നരേന്ദ്രമോദി.
सिवाय केरल को बर्बाद करने के कुछ नहीं किया। और जब प्रदेश द्वार पर इतना जोश के साथ स्वागत होता है तो इस बार केरल की विधानसभा में एक तीसरी शक्ति, निर्णायक शक्ति उभर करके आ रही है, तो मैं साफ देख रहा हूं। സോളാർ വിവാദവും പ്രസംഗത്തിൽ വിഷയമായി. മറ്റിടങ്ങളിൽ സൗരോർജ്ജം ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ സോളാറിനെ കുറിച്ച് പറയാൻ തന്നെ പേടിയാണ്. 4 മണിയോടെ നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തിരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ, ജില്ലയിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ വേദിയിലുണ്ടായിരുന്നു. മീഡിയ 1 പാലക്കാട്. വടകരയിൽ മുസ്ലിം ലീഗും RMPയും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്ന CPMന്റെ ആരോപണം പരാജയഭീതി കൊണ്ടാണെന്ന് RMP സ്ഥാനാർത്ഥി KK രമ പറഞ്ഞു. TP വധക്കേസിൽ CBI അന്വേഷണം നടത്താതെ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണെന്നും KK രമ മീഡിയ 1നോട് പറഞ്ഞു. കുറ്റ്യാടിയിൽ RMP വോട്ടുകൾ ലീഗിന് നൽകി പകരം ലീഗ് വോട്ടുകൾ RMPക്ക് മറിക്കാൻ ധാരണയുണ്ടാക്കിയെന്ന CPM ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് രമ പറഞ്ഞു. അത് CPM പരാജയം അടുത്ത സമയത്ത് പല തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ലീഗിൻ്റെ വോട്ടാണ്, ലീഗിനെ കേന്ദ്രീകരിച്ചാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഒരു തരത്തിലുള്ള വോട്ട് കച്ചവടം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും കള്ളക്കളി നടത്തുകയാണ്. UDF ഗവൺമെൻറ് ആയാലും BJPക്കാരായാലും ഈ CPM നേതൃത്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വിടുന്നില്ല? എന്താണ് ഇവർക്ക് ഭയം? ഇനി ഒരു അധികാരികളെയും സമീപിക്കുന്നില്ല. പിന്നെ അതിലപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നു ജനകീയമായൊരു കോടതിയുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വടകര മണ്ഡലത്തിൽ ജനങ്ങൾ അതിനനുസരിച്ചുള്ള വിധി എഴുതുമെന്ന്. വർഗീയ ഫാഷിസത്തെക്കുറിച്ച് പറയുന്ന CPM രാഷ്ട്രീയ ഫാഷിസത്തെക്കുറിച്ച് കൂടി അഭിപ്രായം പറയണമെന്നും KK രമ പറഞ്ഞു. MK ഷുക്കൂർ, മീഡിയ 1 കോഴിക്കോട്. RSPകൾ ഒന്നായെങ്കിലും മന്ത്രി ഷിബു ബേബി ജോൺ നേരിടുന്നത് കടുത്ത മത്സരമാണ്. CMPയുടെ N വിജയൻപിള്ളയാണ് ഇവിടെ ഇടതു സ്ഥാനാർത്ഥി. സാമുദായിക സമവാക്യങ്ങൾ ചവറയിൽ അട്ടിമറി ഉണ്ടാക്കുമെന്നാണ് LDF പ്രതീക്ഷ. ഒരു പതിറ്റാണ്ടിലധികം ചവറയിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന RSPകൾ ഒന്നായി തീർന്ന ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 2 പാർട്ടികൾ ഒന്നായെങ്കിലും അനായാസ വിജയം ഉണ്ടാവില്ലെന്നാണ് UDFന്റെ വിലയിരുത്തൽ. സാമുദായിക സമവാക്യങ്ങളെയാണ് ഷിബു ബേബി ജോൺ ഭയക്കുന്നത്. കഴിഞ്ഞ തവണ പ്രേമചന്ദ്രനെ വീഴ്ത്താൻ ഷിബു ബേബി ജോൺ പ്രയോഗിച്ച നായർ പ്രീണന നയം ഇത്തവണ ഇടതുപക്ഷം ആബോളം പയറ്റുന്നുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും RSPയുടെ സ്വാധീനവും മുതൽക്കൂട്ടാകുമെന്ന് ഷിബു കണക്കുകൂട്ടുന്നു. LDFന് പോലും ഒരു ഫൈറ്റിനുള്ള ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള ഇത് ഏറ്റവും വലിയ തെളിവാണ്. അന്നേരം കുറെ കോൺഗ്രസ് വോട്ട് UDF വോട്ട് ചോർത്താനൊക്കും എന്ന നിലയിലേക്ക് ഒരു സ്വതന്ത്രനെയാണല്ലോ നിർത്തിയേക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവും ബാർ ഉടമയുമായ N വിജയൻപിള്ളയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാണെങ്കിലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വിവാദങ്ങൾ വിനയാകുമോ എന്ന ഭയം ഇടതുപക്ഷത്തിനുമുണ്ട്. പേയ്മെന്റ് സീറ്റ് മുതൽ മദ്യരാജാവെന്ന ആരോപണം വരെ സ്ഥാനാർത്ഥിയെ വിടാതെ പിന്തുടരുന്നു. ഞാൻ ഷിബു ബേബിജോണിന്റെ പ്രതിരോധത്തെ പറ്റി ഒന്നും ഞാൻ പ്രസംഗം പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. ഞാൻ ഈ നിയോജകമണ്ഡലം ഒട്ടാകെ സഞ്ചരിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ഈ നിയോജകമണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്നിട്ടും ജനകീയ വികസനം നടന്നിട്ടില്ലെന്ന് സത്യസന്ധമായിട്ട് പറയാൻ കഴിയും. ജനകീയ വികസനം ഞാൻ ഉദ്ദേശിച്ചത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പട്ടിണികൾ, ദാരിദ്ര്യം ഇതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരമാവധി വോട്ട് പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ NDAയും ശക്തമായ പ്രചാരണത്തിലാണ്. ചവറയിലെ സാമുദായിക സമവാക്യങ്ങൾ ഇത്തവണ തങ്ങളെ തുണയ്ക്കുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിജയൻപിള്ളയിലൂടെ ചവറ പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. അതേസമയം 2 RSPകളും ഒന്നായതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഷിബു ബേബി ജോണും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കേരള ബജറ്റിൽ ഒരിടവേള. NDAയ്ക്ക് വേണ്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ചേർത്തല SN കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ 7:30 ഭാര്യയ്ക്കൊപ്പമാണ് വെള്ളാപ്പള്ളി ഹെലികോപ്റ്റർ പര്യടനം ആരംഭിച്ചത്. വെള്ളാപ്പള്ളി നടേശന് മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രചാരണ ചൂടേൽക്കേണ്ടി വന്നിരുന്നില്ല. ഇടത്തും വലത്തും മാറി മാറി പിന്തുണ പ്രഖ്യാപിച്ച് അധികം അധ്വാനിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. BDJS രൂപീകരിച്ച് BJPയോടൊപ്പം ചേർന്നതോടെ NDAയുടെ പ്രധാന പ്രചാരകനായി വെള്ളാപ്പള്ളി. മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് പറക്കാൻ BJP ഹെലികോപ്റ്ററും ഏർപ്പാടാക്കി. ചേർത്തലയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്കായിരുന്നു കന്നിയാത്ര. കൂട്ടിന് ഭാര്യ പ്രീതി നടേശനും. ആദ്യമായിട്ടാണ്. ഒരു പേടിയില്ല. പ്ലെയിനിൽ എത്ര ലോകം മുഴുവൻ പോയിട്ടുണ്ട് ഞാൻ. അതിനെ കുറച്ചുകൂടി ചെറുതാണെന്നല്ലേ.
ഹെലികോപ്റ്റർ പ്രചരണം സംസ്ഥാനത്ത് പതിവല്ലല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടി VM സുധീരനുള്ള ഒളിയമ്പായിരുന്നു. അല്ല, അത് ഒരു പക്ഷേ ഇത് നമ്മുടെ PCC പ്രസിഡന്റിന്റെ കൊതിയായിരിക്കും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത്. ഞാനിപ്പോൾ ഹെലികോപ്റ്ററും കയറാൻ പോകുന്നല്ല അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ ആഗ്രഹിച്ചില്ല, പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടി. ആദ്യ പരിപാടി വയനാട്ടിൽ SNDP യോഗം സംഘടിപ്പിച്ച പരിപാടിയിൽ CK ജാനുവിന് വേണ്ടി വോട്ടഭ്യർത്ഥന. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം VS അച്യുതാനന്ദൻ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കൂടുമെന്നുള്ളതല്ലേ? അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അങ്ങനെ 15 കൊല്ലം ആ നിയോജക മണ്ഡലത്തിൽ ഈ MLA ആകാൻ ദേശാടന പക്ഷിയായിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ MLA എന്ന ആ വിത്ത് കുത്തിക്കൊണ്ട് പോകണതല്ലാതെ അവിടെ ഒരു വികസനവും പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ പറന്നിറങ്ങിയ വെള്ളാപ്പള്ളി 2 മണിക്കൂർ ചെലവിട്ട് ഹെലികോപ്റ്ററിൽ തന്നെ മടങ്ങി. വയനാട് ബ്യൂറോക്കൊപ്പം മീഡിയ 1 ആലപ്പുഴ. നിയമസഭാ മത്സരത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മനസ്സിലേക്ക് എത്തുന്ന മണ്ഡലം ഹരിപ്പാടാണ്. 3 പതിറ്റാണ്ട് മുമ്പ് വിദ്യാർത്ഥി പ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ ഏറെ സഹായിച്ച മണ്ഡലം കൂടിയാണ് ഹരിപ്പാട്. ആ ഒരു സെന്റിമെന്റ്സ് കൂടെ ഹരിപ്പാട് എന്ന മണ്ഡലത്തിനോട് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. CPI നേതാവ് P. പ്രസാദാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയുടെ എതിരാളി. സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാകാൻ അവസരം നൽകിയ ഹരിപ്പാട്ട് 4ാം അംഗത്തിനാണ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഇറങ്ങുന്നത്. രമേശ് ചെന്നിത്തല ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് ഇത്തവണ വോട്ട് നേടുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഹരിപ്പാട്ടെത്തി ജനവിധി തേടിയപ്പോഴും അല്പം താമസിച്ചാണെങ്കിലും വീണ്ടും മന്ത്രിയാകാനും വിധിയുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടത്തി വിജയിച്ച രമേശ് ഇത്തവണ തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഓരോ പ്രദേശത്തിനും ആവശ്യമായ സമഗ്ര വികസനം സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കണം, പുതിയ പദ്ധതികൾ ഏറ്റെടുക്കണം, ഹരിപ്പാടിനെ ഒരു മോഡൽ നിയോജക മണ്ഡലമാക്കി മാറ്റണം എന്നുള്ളതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ പ്രസാദ് എതിരാളിയായി എത്തിയതോടെ മത്സരം കാര്യമായി. എതിരാളിയുടെ പ്രവർത്തനത്തിനനുസരിച്ച പ്രചാരണമാണ് കാഴ്ചവെക്കുന്നത്. മന്ത്രി പറയുന്ന വികസനങ്ങൾ പൊള്ളയാണെന്ന വാദമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പൊള്ളയായ ഒരു അവകാശവാദമാണ് അതെന്ന് ഹരിപ്പാട്ടെ ജനങ്ങൾ പറയുന്നുണ്ട്. കോടികളുടെ വികസന പ്രവർത്തനത്തിൻ്റെ കണക്കുണ്ട്, പക്ഷേ മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി D. അശ്വനി ദേവാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3145 വോട്ട് മാത്രമായിരുന്ന BJP ഇവിടെ നില മെച്ചപ്പെടുത്താനുള്ള പോരാട്ടത്തിലാണ്. ക്യാമറ പേഴ്സൺ മാഹീനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ. തിരുവനന്തപുരത്തെ ADMK സ്ഥാനാർത്ഥി ബിജു രമേശിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ. തനിക്കും കുടുംബത്തിനുമെതിരെ ബിജു രമേശ് അപകീർത്തികരമായ പ്രസ്താവനകളാണ് നടത്തിയതെന്ന് VS ശിവകുമാർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബിജു രമേശിനെതിരെ VS ശിവകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ബിജു രമേശിന്റെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അതിനാൽ ഉചിതമായ നടപടിയെടുക്കണമെന്നുമാണ് VS ശിവകുമാറിന്റെ ആവശ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ന് ദേശീയ അധ്യക്ഷൻ SQR ഇല്യാസ്. ഒരിടത്ത് പോരടിച്ച് മറ്റിടത്ത് കെട്ടിപ്പുണരുന്ന പരിഹാസ്യ രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസും പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരനെ മറക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കുള്ള ബദലാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമെന്ന് SQR ഇല്യാസ് പറഞ്ഞു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ഈ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് SQR ഇല്യാസ് മുക്കത്ത് നടന്ന വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞു. This is an alternative to the present corrupt, communal, criminal, corporate dominated and opportunist politics. കോർപ്പറേറ്റുകൾ മാത്രമാണ് രാജ്യത്ത് ജീവിക്കുന്നതെന്ന ധാരണയിലാണ് BJPയുടെ കേന്ദ്രഭരണം മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരനെ വിസ്മരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള തിരിച്ചടി നൽകി കേരളം മറ്റ് മേഖലകളിലെന്ന പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജ്യത്തിന് മറ്റൊരു മാതൃകയാവുമെന്നും വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്. കേരള ബാലറ്റിൽ ഒരിടവേള കൂടി. വയസ്സ് 100-ലെത്തിയപ്പോഴാണ് കണ്ണൂരിലെ ത്രേസ്യാമ്മ അമ്മൂമ്മയ്ക്ക് വോട്ട് ചെയ്യണമെന്ന ഒരു ആഗ്രഹം ഉദിച്ചത്. ത്രേസ്യാമ്മ അമ്മൂമ്മയുടെ ആഗ്രഹം അറിഞ്ഞ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി വോട്ടർ കാർഡും നൽകി. ഇനിയിപ്പോൾ ആദ്യ വോട്ട്, കന്നി വോട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ് ത്രേസ്യാമ്മ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ചൂടുപിടിച്ചു തുടങ്ങുന്ന 1916-ലാണ് ത്രേസ്യാമ്മ അമ്മൂമ്മ ജനിച്ചത്. 2 ലോകമഹായുദ്ധങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും കേരളപ്പിറവിയുമടക്കം എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചെങ്കിലും ഈ അമ്മൂമ്മ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 100 വയസ്സ് പൂർത്തിയായപ്പോൾ ഒന്ന് വോട്ട് ചെയ്താൽ കൊള്ളാമെന്ന് അമ്മൂമ്മയ്ക്കൊരാഗ്രഹം. ആഗ്രഹം അറിഞ്ഞ ഉടൻ മകൻ ജോണി അക്ഷയ കേന്ദ്രത്തിൽ വോട്ടർ ID-ക്ക് അപേക്ഷ നൽകി.
അപേക്ഷ നൽകിയതിന് തൊട്ടു പിന്നാലെ തിരിച്ചറിയൽ കാർഡുമായി കളക്ടർ പി ബാലകരൻ നേരിട്ട് അമ്മൂമ്മയുടെ വീട്ടിലെത്തി. എന്തേ ഈ 100ാം വയസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എന്ന ചോദ്യത്തിന് അമ്മൂമ്മയുടെ ഉത്തരം ഇങ്ങനെ. ഇത്തരമൊരു അനുഭവം കളക്ടറുടെ ഔദ്യോഗിക ജീവിതത്തിലും ഇതാദ്യം. ഇന്നു ഒരു ചരിത്ര സംഭവമാണ്. 100 വയസ്സിലധികമുള്ള ത്രേസ്യാമ്മ ചേട്ടത്തി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുകയും ഇന്നു ആ വോട്ടർ ഐ ഡി കാർഡ് പ്ലാസ്റ്റിക് വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് ഇന്നു കൈമാറാനുള്ള അവസരം, അതുപോലെ തന്നെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് വളരെയധികം സന്തോഷമാണ്. എന്തായാലും തൊട്ടു പിന്നാലെ വോട്ടറെ തേടി സ്ഥാനാർത്ഥികളും എത്തിത്തുടങ്ങി. പക്ഷേ ആദ്യ വോട്ട് ആർക്കെന്ന കാര്യം അമ്മൂമ്മ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും മെയ് 16 പുലരാനുള്ള കാത്തിരിപ്പിലാണ് ഈ കന്നി വോട്ടുകാരി. ക്യാമറമാൻ പ്രസാദ് വിലോടിക്കൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ. ഇതോടെ ഇന്നത്തെ കേരള പാലറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസുമായി PC സൈഫുദ്ദീനും നസ്രിയൻ ചേരും.